ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, വീണ്ടും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായെടുത്ത് ഉരുൾപൊട്ടി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായ രീതിയിലേക്ക് മാറുന്നു. കനത്ത മലവെള്ളപ്പാച്ചിൽ, ഒപ്പം മഴ, വീണ്ടും ഉരുൾപൊട്ടിയ വാർത്തകൾ. ഒപ്പം തന്നെ അവിടേക്കുള്ള ഈ മുണ്ടക്കലിലേക്കുള്ള പാലം തകർന്നിരിക്കുന്നു. നേരത്തെ തകർന്നിരുന്നാണ് അവിടെ താൽക്കാലിക പാലത്തിന് മുൻപോട്ട് പോകാൻ അധികം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സർക്കാർ തന്നെ ഒരു പ്രത്യേക കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. അനാവശ്യമായി അവിടേക്ക് ആരും ചെല്ലരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ ദുരന്ത മുഖത്തേക്കൊക്കെ സെൽഫി എടുക്കാനും ഇല്ലെങ്കിൽ അതായത് വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട്, ഇല്ലെങ്കിൽ ആ കാഴ്ച കാണാൻ വേണ്ടി അനവധി പേർ വാഹനങ്ങൾ അവിടെ എത്തുന്നത് മൂലം ഈ ദുരന്ത ഭൂമിയിൽ നിന്നും പുറത്തേക്ക് ഈ ദുരന്തത്തിൽ പരിക്കേറ്റവരെയും മറ്റും കൊണ്ടുപോകുന്നത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. അതിനല്ല അപകട സാധ്യത വളരെയേറെ നിൽക്കുന്നു. കാരണം ഈ വീണ്ടും ഉരുൾപൊട്ടി ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിസരത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കാഴ്ചക്കാരായി എത്തിയവർ കൂടി ഒഴിഞ്ഞു പോകേണ്ടതാണ് എന്നുകൂടി സർക്കാർ ആവശ്യപ്പെടുന്നു, അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തം വീണ്ടും ഒരു ഉരുൾപൊട്ടലിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നു, ജനങ്ങളെ അടിയന്തരമായി മാറ്റുന്നു എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ സേനയുടെ കൂടുതൽ യൂണിറ്റ്, കരസേനയുടെ കൂടുതൽ യൂണിറ്റിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രം. ഏത് നിമിഷവും അടിയന്തര സാഹചര്യം വന്നാൽ കൂടുതൽ യൂണിറ്റുകൾ, തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള കൂടുതൽ യൂണിറ്റുകളെ ദുരന്ത ഭൂമിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ കൂടുതൽ സേനാ യൂണിറ്റുകൾ വരും മണിക്കൂറിൽ വയനാട് എത്തിയേക്കും. കാരണം വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനം തന്നെ വളരെ ദുഷ്കരമാകും എന്ന ചില വാർത്തകളും പുറത്തു വരുന്നു. ഇപ്പോഴത്തെ അവസാനം ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 250 മുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. കൃത്യമായ ഒരു എണ്ണമൊന്നും ആർക്കും ഇല്ല എങ്കിലും അങ്ങനെയാണ് ഇപ്പോൾ ഒരു ചെറിയ വാർത്ത പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.